ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പോൾ ഐശ്വര്യയെ പെട്ടിരിക്കുകയാണ്. ഐശ്വര്യയ്ക്ക് തെളിവായിരുന്നു ആവശ്യം. എന്നാൽ ഐശ്വര്യയെ കൈയോടെ പിടിച്ചിരിക്കുകയാണ് ആ പോലീസ്. തെളിവുകൾ ഐശ്വര്യയുടെ മുന്നിൽ തന്നെ കാട്ടിക്കൊടുക്കുന്നുണ്ട്. ഒന്നും പറയാനാവാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഐശ്വര്യ. ഇനി എന്താണ് ഐശ്വര്യയ്ക്ക് എന്താണ് കാണേണ്ടത്? ഞാനിപ്പോൾ ആരുടെ പരാതിയാണ് കേൾക്കേണ്ടത്? ആരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്? പറയേ എന്നൊക്കെ പോലീസ് ഐശ്വര്യയോട് ചോദിക്കുന്നുണ്ട്. ഒന്നും പറയാതെ ഇങ്ങനെ ടെൻഷനോടെ നിൽക്കുകയാണ് ഐശ്വര്യ. വീണ്ടും പോലീസ് ചോദിക്കുന്നുണ്ട്, ഐശ്വര്യ എന്തിനാ കാറിന്റെ ബ്രേക്ക് അഴിച്ചുവിട്ടത്? പറയടി എന്ന് ദേഷ്യത്തോടെ ചോദിക്കുകയും ഐശ്വര്യ അടിക്കാൻ കൈ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ഐശ്വര്യ ഇത് കേട്ടിട്ട് പറയുന്നു, തല്ലല്ലേ മേഡം, ഞാൻ പറയാം. അത് വാശിക്കാണ്. ശ്യാമയുടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ പേരിൽ വസുന്ധരാമ സ്വത്ത് എഴുതി വെക്കാതിരിക്കാനായിട്ടാണ്. അത് മാത്രമാണോ കാര്യമെന്ന് പോലീസ് വീണ്ടും ദേഷ്യത്തോടെ ചോദിച്ചപ്പോൾ ഐശ്വര്യ പറയുന്നു, അരുണിനെ കൊണ്ട് എന്നെ ഡിവോഴ്സ് ചെയ്യിപ്പിക്കാൻ അമ്മ ശ്രമിക്കുകയാണ്. അത് നടന്നൂടാ. ഇത് കേട്ട് പോലീസ് വീണ്ടും ചോദിക്കുന്നു, അപ്പോൾ ഇവരെ നീ മനഃപൂർവ്വം കൊല്ലാൻ ശ്രമിച്ചതാണല്ലേ? അപ്പോഴാണ് ഐശ്വര്യയ്ക്ക് ഒരു കോൾ വരുന്നത്. അവരുടെ മുന്നിൽ വെച്ച് എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് ഐശ്വര്യ വിചാരിക്കുകയും ഫോൺ മറച്ചു വെക്കുകയും ചെയ്യുന്നു. അതാരാണെന്ന് പോലീസ് ചോദിച്ചപ്പോൾ പിന്നിൽ മറച്ചു വെക്കുകയാണ് ഐശ്വര്യ. പിടിച്ച് വാങ്ങിക്കുകയാണ് പോലീസ്. മൈ ഡിയർ മമ്മി എന്നായിരുന്നു അതിൽ ടൈപ്പ് ചെയ്തിരുന്നത്. അങ്ങനെ ഫോൺ എടുത്തിട്ട് അത് സ്പീക്കർ ഫോണിൽ ഇടുകയാണ് പോലീസ്. സുരഭി പറയുകയാണ്, ഹലോ മോളെ, ഫോൺ എടുക്കാൻ എന്താണ് ഇത്ര വൈകിയത്? നിന്റെ അമ്മായിയമ്മ തീർന്നോ? കൂട്ടത്തിൽ ആ സ്ത്രീക്കുട്ടിയും പോയോ? പറമോളെ, കേൾക്കട്ടെ, സന്തോഷത്തോടെ കേൾക്കട്ടെ, പറമോളെ എന്നൊക്കെ ആകാംക്ഷയോടെ പറയുകയാണ് സുരഭി. എല്ലാവരും ഇത് കേട്ട് നിൽക്കുകയായിരുന്നു. നിങ്ങൾ എവിടെയാണുള്ളത് എന്ന് പോലീസ് ചോദിച്ചപ്പോൾ, എന്താ മോളെ ശബ്ദം വല്ലാണ്ടിരിക്കുന്നത് എന്ന് സുരഭി പറയുന്നുണ്ട്. മമ്മി, പോലീസാ, ഇങ്ങനെയൊന്നും പറയില്ലേ എന്ന് ഐശ്വര്യപ്പെട്ടെന്ന് അതിലൂടെ സംസാരിക്കുന്നുണ്ട്. ശ്യാമ പറയുന്നു, മേഡം, എല്ലാ സത്യങ്ങളും ഇപ്പോൾ മേഡത്തിന് ബോധ്യമായല്ലോ അല്ലേ? ഇത് കേട്ട് പോലീസ് പറയുന്നു, ഇവള് മാത്രമല്ല, ഇവരുടെ മമ്മയും തരികിടയാണ്, അവരെയും ഞാൻ പിടിക്കുന്നുണ്ട്. എന്നാ പിന്നെ പോകാം അല്ലേ? ഇത് കേട്ട് വസുന്ധര പറയുന്നു, ഇനി എന്തിനാ മേഡം വൈകിപ്പിക്കുന്നത്? ഈ ശല്യം എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഒഴിവാക്കി തരാമോ? ഇവളെ പിടിച്ച് വണ്ടിയിൽ കയറ്റി എന്ന് കോൺസ്റ്റബിളിനോട് പറയുകയാണ് SI. ഐശ്വര്യ ഓടാൻ ശ്രമിച്ചപ്പോൾ അവരിങ്ങനെ മുറുകെ പിടിക്കുകയാണ്. ഐശ്വര്യ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഓടാൻ ശ്രമിക്കുന്നുണ്ട്. ശ്യാമയോട് ഐശ്വര്യ പറയുന്നു, ശ്യാമയെ എന്നെ കൊണ്ടുപോകരുതെന്ന് ഒന്ന് പറ ശ്യാമേ, ഇവരെന്നെ കൊല്ലും എന്നൊക്കെ പറയുന്നു. നീ നോക്കിക്കോ, ഞാൻ തിരിച്ചു വരും ശ്യാമയെ, നിന്നെ ഞാൻ വിടില്ല എന്നും ശ്യാമയെ വെല്ലുവിളിച്ചിട്ട് പോവുകയാണ് ഐശ്വര്യ അവരോടൊപ്പം. എന്നാൽ അവരോടൊപ്പം നന്നായിട്ടല്ല പോകുന്നത്. അവരെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവുകയാണ്. ഐശ്വര്യയെ കാറിലേക്ക് കയറ്റി. അങ്ങനെ അവരവിടെ നിന്ന് പോയി കഴിഞ്ഞു. അല്പം സമാധാനത്തോടെ നിൽക്കുകയാണ് ആ കുടുംബത്തിലുള്ള എല്ലാവരും തന്നെ. വലിയൊരു അപകടത്തിൽ നിന്നാണ് ഇപ്പോൾ അവർ രക്ഷപ്പെട്ടു വന്നിരിക്കുന്നത്. വസുന്ധര ഇങ്ങനെ സങ്കടത്തോടെ ആ ഡൈനിങ് ടേബിളിന്റെ അരികിൽ ചെന്നിരിക്കുമ്പോൾ അശ്വതി എവിടേക്ക് വരുന്നു. അശ്വതിയെ കാണാതെ തന്നെ കുറച്ച് വെള്ളം ഇങ്ങെടുക്കുമോ എന്ന് വസുന്ധര ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് അശ്വതി എവിടേക്ക് ഓടി വന്നു. നിന്നോടാ പറഞ്ഞത് കുറച്ച് വെള്ളം എടുത്തതാണെന്ന് വസുന്ധര വീണ്ടും അശ്വതിയോട് പറയുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് അശ്വതി കുറച്ച് വെള്ളം എടുത്ത് കൊടുക്കുകയാണ് വസുന്ധരയ്ക്ക്. അമ്മ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് അശ്വതി ചോദിച്ചപ്പോൾ നല്ല ആശ്വാസമുണ്ടെന്ന് വസുന്ധര പറയുന്നു. അമ്മേ, എന്നെ ഞാൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞ അശ്വതി അവിടെ നിന്ന് ഇങ്ങനെ പോവാൻ തുടങ്ങിയപ്പോൾ നിൽക്കെന്ന് വസുന്ധര പറയുന്നു. എന്നിട്ട് സ്നേഹത്തോടെ അശ്വതിയുടെ കയ്യിലേക്ക് പിടിക്കുകയാണ് വസുന്ധര. ഞാൻ നിന്നെ മനസ്സിലാക്കാൻ വൈകി മോളെ. സത്യത്തിൽ അരുണിന്റെ ജീവിതത്തിൽ മോളായിരുന്നു വേണ്ടിയിരുന്നത്. എനിക്ക് സ്നേഹത്തോടെ വസുന്ധര സംസാരിച്ചപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അശ്വതി. ഇത് കണ്ടുകൊണ്ട് ശ്യാമയും അവിടേക്ക് വന്നു. എന്നാ പിന്നെ അരുണോ, ഇവിടെ ആരും ഇങ്ങനെയൊന്നും വിഷമിക്കില്ലായിരുന്നു. കഴിഞ്ഞത് കഴിഞ്ഞു. മുന്നോട്ട് ഇനി എന്താണ് വേണ്ടത്? അതാണ് നമുക്കിനി ചെയ്യേണ്ടത്. ആനന്ദേട്ടൻ വരട്ടെ, അത്യാവശ്യമായ ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട് എന്നൊക്കെ വസുന്ധര പറയുന്നു. അരുണിന്റെ ജീവിതത്തിൽ ഇനി അവനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ മാത്രം മതി എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ മുത്തശ്ശി ഇതാ ടാബ്ലറ്റ് കഴിക്കെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് ഓടി എത്തുകയാണ് ആ സ്ത്രീക്കുട്ടി. വെള്ളവും എടുക്കുന്നുണ്ട്. വേണ്ട മോളെ, അവിടെ വെക്കി, ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് വസുന്ധര പറയുമ്പോൾ അതൊന്നും കേൾക്കാതെ ടാബ്ലറ്റ് കൈകൊണ്ട് കൊടുത്തിട്ട് വെള്ളവും എടുക്കുകയാണ് കുടിക്കാൻ. അത് പറ്റില്ല, ഇപ്പോൾ തന്നെ കഴിക്കണം. ടാബ്ലറ്റ് കഴിക്കാൻ മറക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാ എന്ന് പറഞ്ഞ വെള്ളം വസുന്ധരയുടെ കയ്യിലേക്ക് ശ്രീക്കുട്ടി കൊടുക്കുന്നു. അങ്ങനെ ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞത് കഴിച്ചു. ടാബ്ലറ്റ് കഴിച്ചോ? ഇനി മുത്തശ്ശി ഊണ് കഴിക്കുന്നില്ല എന്നും ശ്രീകുട്ടി ചോദിക്കുന്നു. അങ്ങനെ വസുന്ധരയെ നിർബന്ധിച്ച് അവിടെ ഭക്ഷണം കഴിപ്പിക്കാൻ ഇരുത്തുകയാണ് ശ്രീമുക്കുട്ടി. വളരെ സ്നേഹത്തോടെ ശ്രീകുട്ടിയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ് വസുന്ധരയും. ഇതാണ് യഥാർത്ഥ സ്നേഹം. ഈ സ്നേഹം എങ്ങനെയാ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുന്നത്? ഇനി എൻ്റെ ശ്രീകുട്ടി മോളെ ഞാൻ ഒരിക്കലും വിഷമിപ്പിക്കില്ല. മോൾക്ക് അമ്മൻ മാത്രം പോരാ, അച്ഛനും കൂടി വേണമെന്ന് വസുന്ധര പറഞ്ഞപ്പോൾ ശ്രീകുട്ടി പറയുന്നു, എൻ്റെ അച്ഛനോ? അതാരാ മുത്തശ്ശി? പറ മുത്തശ്ശി, അതാരാണെന്ന് ചോദിക്കുന്നു. എല്ലാവരും ടെൻഷനോടെ നിൽക്കുകയാണ്. പറ മുത്തശ്ശി, കേൾക്കട്ടെ എന്ന് വീണ്ടും ശ്രീകുട്ടി ചോദിക്കും.
മോൾക്ക് അച്ഛനുണ്ട് എന്ന് വസുന്ധര ചോദിച്ചപ്പോൾ ആരാ മുത്തശ്ശി എന്ന് ശ്രീകുട്ടി വീണ്ടും ചോദിക്കുന്നു. അത് താമസിയാതെ മോൾ അറിയുമെന്ന് വസുന്ധര പറയുന്നു. എന്നാൽ ആരാണെന്ന് പറയുന്നില്ല വസുന്ധര. മുത്തശ്ശി പറയില്ല അല്ലേ എന്ന് ശ്രീകുട്ടി. പറയും മോളെ, ഉറപ്പായിട്ടും പറയും. ഇപ്പോഴല്ല, അതിന് ഉടൻ സന്ദർഭം ഉണ്ടാകും. അന്ന് ഞാൻ പറയും. അതുവരെ മോളൊന്ന് ക്ഷമിക്കുന്ന വസുന്ധര പറയുന്നു. മുത്തശ്ശി, എനിക്ക് വിശ്വാസമാണ്. താമസിയാതെ എൻ്റെ അച്ഛൻ ആരാണെന്ന് പറഞ്ഞു തരില്ലേ മുത്തശ്ശി എന്ന് ശ്രീകുട്ടി ചോദിക്കുന്നു. ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് ശ്രീകുട്ടിയും കൊണ്ട് അകത്തേക്ക് പോവുകയാണ് വസുന്ധര. വളരെ സന്തോഷത്തോടെ അശ്വതി അവിടെ നിൽക്കുമ്പോൾ ഇത് കണ്ട് സന്തോഷിക്കുകയാണ് ശ്യാമയും. സന്തോഷം കൊണ്ട് കരയുകയാണ് ഇപ്പോൾ അശ്വതി. അശ്വതി കണ്ണനോട് നന്ദി പറയുന്നു. ഭഗവാനെ, ഇപ്പോൾ എനിക്ക് ബോധ്യമായി നിന്റെ ശക്തി അപാരമാണെന്ന്. ഒടുവിൽ നീ തന്നെ സത്യങ്ങൾ തെളിയിച്ചു. എനിക്ക് സമാധാനമായി. എൻ്റെ മോൾക്കും ശ്യാമയ്ക്കും നല്ലത് മാത്രം വരുത്തണേ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് അശ്വതി കണ്ണന് മുന്നിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം തൊട്ട് പിറകിൽ തന്നെ ഉണ്ടായിരുന്നു ശ്യാമ. എൻ്റെ ശ്യാമയെ, എനിക്കിപ്പോൾ എന്തുമാത്രം സന്തോഷമായി എന്നറിയോ? എന്നാലും ആ ചെടിച്ചട്ടി എൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ വീഴുന്നെങ്കിൽ എൻ്റെ മോള്, ഞാൻ പിന്നെ എന്തിനാ ശ്യാമയെ ജീവിച്ചിരിക്കുന്നത്? ഇത് കേട്ട് ശ്യാമ പറയുന്നു, കണ്ണൻ്റെ കാരുണ്യം കൊണ്ട് കുഞ്ഞിനൊന്നും സംഭവിച്ചില്ലല്ലോ. അതെ മോളെ, എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ ദൈവം കൃത്യസമയത്ത് ശ്യാമയെ അവിടെ എത്തിച്ചതാണ്. സത്യത്തിൽ എനിക്ക് വല്ലാത്തൊരു സംശയം തോന്നുകയാണ്. നമ്മൾ രണ്ടാളും കഴിഞ്ഞ ജന്മത്തിൽ ഒരമ്മയുടെ മക്കളാണോ എന്നെനിക്കൊരു തോന്നൽ എന്ന് അശ്വതി. അതെന്താ ഇപ്പോൾ അങ്ങനെ ഒരു തോന്നൽ വരാൻ എന്ന് ശ്യാമ ചോദിച്ചപ്പോൾ അശ്വതി പറയുന്നുണ്ട്, ശ്യാമയെ എന്തെല്ലാം ആപത്തിൽ നിന്നാണ് രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങളിവിടെ ഉള്ളത് തന്നെ ശ്യാമയുടെ കരുണ കൊണ്ടാണ്. അത് ഒരമ്മയുടെ വയറ്റിൽ പിറക്കണം എന്നില്ല, പരസ്പരം സ്നേഹിക്കാൻ. ഇനി ചേച്ചിക്ക് ഇവിടെ ഒരു ടെൻഷനും വേണ്ട, ധൈര്യമായിട്ടിരുന്നോ. താമസിയാതെ അരുണേട്ടൻ്റെയും ചേച്ചിയുടെയും വിവാഹം നമ്മുടെ അമ്മ തന്നെ നടത്തി തരുമെന്നും ശ്യാമ പറയുന്നു. ഒരാളെ ദൈവം എന്നും പരീക്ഷിക്കില്ല, അത് ഉറപ്പാണ്. അരുണേട്ടനും ഐശ്വര്യടുത്തേയും ഇനി ഒരിക്കലും യോജിക്കില്ല. ഡിവോഴ്സ് ഉടൻ നടക്കും. എന്തായാലും താമസിയാതെ ഒരു താലികെട്ടും വിവാഹ സദ്യയൊക്കെ ഉടൻ പ്രതീക്ഷിക്കാമെന്നും അശ്വതി ചേച്ചിയുടെയും അരുണേട്ടൻ്റെയും വിവാഹം ഇനി ക്ഷേത്രത്തിൽ വെച്ച് വേണോ അതോ ഓഡിറ്റോറിയത്തിൽ വെച്ച് വേണോ? എന്താണ് ചേച്ചിയുടെ അഭിപ്രായം എന്ന് ശ്യാമ ചോദിക്കുന്നു. നാണത്തോടെ നിൽക്കുകയാണ് അശ്വതി. പിന്നെയും ഓരോന്ന് പറഞ്ഞ് ശ്യാമ അശ്വതി ഇങ്ങനെ കളിയാക്കുകയാണ്. നാണത്തോടെ അശ്വതി അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ അശ്വതി അവിടെ നിന്നും ഓടിപ്പോകുന്നു. സന്തോഷത്തോടെ നിൽക്കുകയാണ് ശ്യാമ. എന്നാൽ ഇതേ സമയം പോലീസ് സ്റ്റേഷനിൽ നിൽക്കുകയാണ് ഐശ്വര്യ. കോൺസ്റ്റബിൾ അങ്ങോട്ടേക്ക് പോയ സമയം ദേഷ്യത്തോടെ കോൺസ്റ്റബിളിനോട് ഐശ്വര്യ പറയുന്നു, ദേ ഒന്നവിടെ നിന്നേ, നിങ്ങളോട് തന്നെയാണ്. അല്ല, എന്നെ എന്തിനാ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്? ഇത് കേട്ട് കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, ദേ അഹങ്കാരം കാണിക്കാതെ മര്യാദയ്ക്ക് ഇവിടെ നിന്നാൽ എസ് ഐയുടെ സ്വഭാവം നിനക്കറിയാലോ. എന്താ പറഞ്ഞത്, ഇഷ്ടപ്പെട്ടില്ലേ? ഇത് കേട്ട് ഐശ്വര്യ പറയുന്നു, ആളെ ശരിക്കും ഇഷ്ടപ്പെട്ടില്ല, മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഇത് കേട്ട് കോൺസ്റ്റബിൾ വീണ്ടും പറയുന്നു, ആരെയാണെന്നാ ഉദ്ദേശിക്കുന്നത്? വീണ്ടും ഐശ്വര്യ പറയുന്നു, എന്നെ തന്നെ, ഞാൻ മിസ് കേരളയായിരുന്നു. പറഞ്ഞിട്ട് എന്താ കാര്യം? കൊലപാതക കേസിനെ അകത്തല്ലേ എന്ന്. ഇത് കേട്ട് ഐശ്വര്യ വീണ്ടും ദേഷ്യത്തോടെ പറയുന്നു, എന്താ ഏതാന്നൊക്കെ അറിയാതെ എന്നെ അറസ്റ്റ് ചെയ്ത എസ് ഐ ശരിക്കും അറിയും, നോക്കിക്കോ. ഈ പൊങ്ങച്ചം കേട്ട് നിൽക്കാൻ എനിക്ക് സമയമില്ല, എനിക്ക് വേറെ ജോലിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നു. അവിടേക്ക് സുരഭിയും എത്തി. അതെ, ആരെവിടുത്തെ എസ് ഐ എന്ന് സുരഭി കോൺസ്റ്റബിളിനോട് ചോദിച്ചപ്പോൾ എസ് ഐ എവിടേക്ക് വന്നു. എന്താ മേഡം കാര്യം, പെറ്റീഷൻ വല്ലതുമാണോ എന്നെ കോൺസ്റ്റബിൾ പറഞ്ഞപ്പോൾ സുരഭി ദേഷ്യത്തോടെ പറയുന്നു, പെറ്റീഷൻ ഒന്നുമില്ല, എനിക്ക് എസ് ഐ ഒന്ന് കാണണം. എൻ്റെ മോളെ അനധികൃതമായിട്ട് ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയണമെന്ന് സുരഭി. എന്താണ് അറിയേണ്ടത് എന്ന് എസ് ഐ തന്നെ സുരഭിയോട് ചോദിക്കുന്നുണ്ട്. എസ് ഐ ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്ന് എസ് ഐ പറയുന്നുണ്ട്. എൻ്റെ മോൾ ഐശ്വര്യ എവിടെയെന്ന് സുരഭി ചോദിക്കുന്നു. എനിക്കെൻ്റെ മോളെ കാണണമെന്ന് ദേഷ്യത്തോടെ പറയുകയാണ് സുരഭി. എന്താ കാര്യമെന്ന് എസ് ഐ പറഞ്ഞപ്പോൾ അതൊക്കെ പിന്നെ പറയാം, ഞാൻ ആദ്യം മോളോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സുരഭി പോകാൻ തുടങ്ങിയപ്പോൾ എസ് ഐ സുരഭി അവിടെ പിടിച്ചു നിർത്തുന്നു. സംസാരിക്കാൻ പറ്റില്ല ഇപ്പോൾ എന്നും സുരഭി പറയുന്നു. ഞാൻ സംസാരിക്കുമെന്ന് ദേഷ്യത്തോടെ പറയുകയാണ് സുരഭി. പറ്റില്ല എന്ന് നിന്നോട് പറഞ്ഞില്ലേ എന്ന് വീണ്ടും എസ് ഐ പറഞ്ഞപ്പോൾ ഇല്ല, ഞാൻ പോയി കാണുമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് സുരഭി. പോലീസിനോട് കയർത്ത് സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് സുരഭിയെ എസ് ഐയുടെ കയ്യിലിരുന്ന ആ വടി കൊണ്ട് താറുമാറ അടിക്കുകയാണ്. അടിക്കല്ലേ, എന്നെ ഇങ്ങനെ തല്ലല്ലേ, ഞാനൊരു പാവമാണ് എന്ന് തൊഴുതുകൊണ്ട് കരഞ്ഞുകൊണ്ട് സുരഭി എസ് ഐയോട് പറയുന്നു. പോലീസ് സ്റ്റേഷനിലുള്ള എസ് ഐക്ക് നേരെ വധശ്രമം കേസ് ചാർജ് ചെയ്യ് എന്ന് എസ് ഐ കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട്. വേണ്ട മേഡം, അങ്ങനെയൊന്നും ചെയ്യലേ എന്നൊക്കെ സുരഭി ആവശ്യപ്പെടുന്നുണ്ട്. അമ്മ അവിടേക്ക് വന്നു. അമ്മയെ കണ്ടതും സന്തോഷത്തോടെ സമാധാനത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ. എന്നാൽ അമ്മയെ തല്ലിയിട്ടാണ് ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നുള്ള കാര്യം ഐശ്വര്യ അറിഞ്ഞില്ല. ഐശ്വര്യയുടെ മുന്നിലിട്ട് തന്നെ വീണ്ടും സുരഭിയെ തല്ലുകയാണ് പോലീസ്. സുരഭിയെ മാത്രമല്ല ഐശ്വര്യയും തല്ലുന്നു. സ്ത്രീ സുരക്ഷയ്ക്ക് നല്ലൊരു നിയമമുണ്ടെന്ന് കരുതി നീ നേരത്തെ എന്നെയും പറ്റിച്ചു അല്ലേ എന്നൊക്കെ എസ് ഐ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു, ഇല്ല മേഡം, ഇനി ഞാൻ കള്ളം പറയില്ല. നിന്നെ പോലെയുള്ളവരാണ് നിയമം മിസ്യൂസ് ചെയ്യുന്നത്.
വേണ്ട മേഡം, ഞാൻ കാല് പിടിക്കാം, ഇനി ഞാൻ തെറ്റൊന്നും ചെയ്യില്ല എന്ന് ഐശ്വര്യ പറയുന്നുണ്ട്. രണ്ടുപേരെയും ഒന്ന് വിരട്ടിയിട്ട് ആ വടി അവിടെ വെച്ചിട്ട് പോലീസ് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇത്രയൊക്കെ ആയിട്ടും ഐശ്വര്യയുടെ ഈ പകയും ദേഷ്യവും മാറിയിട്ടില്ല. ശേഷം രണ്ടുപേരും ആ ബെഞ്ചിലേക്ക് ഇരിക്കുന്നു. അവിടെയാണെങ്കിൽ ഭയങ്കര കൊതുകും. ഇവർക്ക് ഇവിടെ ഒരു ഫാൻ ഫിറ്റ് ചെയ്തൂടെ എന്നൊക്കെ ഐശ്വര്യ പറയുന്നു. അവിടെ ഇരുന്ന മറ്റൊരു കോൺസ്റ്റബിൾ ഇങ്ങനെ കളിയാക്കി ചിരിക്കുകയാണ്. അവരോട് ഐശ്വര്യ ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, എന്താ പറഞ്ഞത്, ഇയാൾക്ക് പിടിച്ചില്ലേ? ഒരു എ സി ഇവിടെ ഫിറ്റ് ചെയ്താലോ മേഡം എന്നെ കോൺസ്റ്റബിൾ ചോദിച്ചപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട്, എന്താ അത് പാടില്ലേ? എന്നെ പോലുള്ളവരൊക്കെ ഇവിടെ വരുമ്പോൾ അതാണ് ചെയ്യേണ്ടത്. ഇത് കേട്ട് വീണ്ടും കോൺസ്റ്റബിൾ പറയുന്നു, കുറച്ചു മുന്നേ SIയുടെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും പോരെ, എൻ്റെ ബുദ്ധി മോശം, കേട്ട പാടി കേൾക്കാത്ത പാടി, ഞാൻ എന്തിനാ ഇങ്ങോട്ടേക്ക് ഓടി വന്നത്? വിശന്നിട്ടാണെങ്കിൽ വയ്യ, എൻ്റെ പൊന്നു പോലീസെ വല്ലതും വാങ്ങിച്ചതാ, എൻ്റെ അഹങ്കാരം എല്ലാം പോയി എന്നൊക്കെ ഇങ്ങനെ സുരഭി പറയുന്നുണ്ട്. അവിടേക്ക് ഒരു പൊതി ചോറും ഒരു പൊതിയും കഴിക്കാൻ ഒരു കുപ്പി വെള്ളവുമായിട്ട് അവിടേക്ക് വരികയാണ്. കോൺസ്റ്റബിളിൻ്റെ കയ്യിൽ നിന്നും അത് പിടിച്ചു വച്ച് തുറന്ന് പെട്ടെന്ന് തന്നെ കഴിക്കുകയാണ് സുരഭി. വേണമെങ്കിൽ കഴിച്ചോ, പിന്നെ പച്ചവെള്ളം പോലും കിട്ടില്ല എന്നൊക്കെ കോൺസ്റ്റബിൾ പറഞ്ഞപ്പോൾ ഐശ്വര്യ പുച്ഛത്തോട് ചോദിക്കുന്നു, ഇതെന്താ അപ്പമാണോ എന്ന്. എനിക്കങ്ങ് വേണ്ട എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ വേണമെങ്കിൽ തിന്നാൽ മതി, എടുത്ത് കഴിക്കടി എന്നൊക്കെ അവർ സംസാരിക്കുകയാണ്. ഒടുവിൽ ഐശ്വര്യ ആ ഭക്ഷണം വലിച്ചെറിയുകയും ചെയ്തു. ഇല്ല, എനിക്ക് അപ്പം വേണ്ട, പൊറോട്ടയും ചിക്കൻ ഫ്രൈയും കൊണ്ടുപോയെന്ന് ഐശ്വര്യ വീണ്ടും വാശി പിടിക്കുന്നു. നീ ഇത് കഴിക്കും, നീ ഭക്ഷണം പാഴാക്കുന്നോ, എടുത്ത് കഴിക്കടി എന്നൊക്കെ വീണ്ടും കോൺസ്റ്റബിൾ പറയുന്നു. ഇല്ല, ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് ഐശ്വര്യ. നീ കഴിക്കില്ല അല്ലേ എന്ന് പറഞ്ഞ് വീണ്ടും ആ ചൂരൽ എടുക്കുകയാണ് ആ കോൺസ്റ്റബിൾ. ആദ്യമൊന്നും ഐശ്വര്യ കഴിക്കുന്നില്ലായിരുന്നു, പിന്നെ ഒടുവിൽ അടിക്കാൻ തുടങ്ങുകയായിരുന്നു ആ കോൺസ്റ്റബിൾ. രണ്ടുപേരും പെട്ടെന്ന് പേടിച്ചവിടെ നിന്നും എണീറ്റു. അതെടുക്കാൻ പറയുന്നു. ഐശ്വര്യ കൊണ്ട് അത് എടുപ്പിക്കുകയാണ് ആ കോൺസ്റ്റബിൾ. അങ്ങനെ നിവൃത്തിയൊന്നുമില്ലാതെ ഐശ്വര്യ ആ ഭക്ഷണം എടുത്തു. ഇത് മുഴുവനും കഴിക്കണം, ബാക്കി വെച്ചാൽ നീ ഞാൻ ശരിയാക്കുമെന്നും പറയുകയാണ് അവർ. അങ്ങനെ നിവൃത്തിയില്ലാതെ ഐശ്വര്യ ആ ഭക്ഷണം കഴിക്കുന്നു. സുരഭിയും കൂടെ കഴിക്കുന്നുണ്ട്. ഇതേസമയം ഭാരത നിലയത്തിലുണ്ടായ സംഭവം ഓർക്കുകയാണ് ഐശ്വര്യ. അന്ന് ഇതുപോലെ ആ ബൗളിൽ ഇരുന്ന കറി വലിച്ചെറിഞ്ഞതായിരുന്നു. എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ സത്യത്തിൽ കാണിച്ചു തന്നാണ് അല്ലേ എന്ന് ശ്യാമ പറയുന്നുണ്ട്. പെട്ടെന്നാണ് ശ്യാമയുടെ മടിയിലേക്ക് ഒരു മയിൽപ്പീലി വന്ന് വീണത്. ആ മയിൽപ്പീലി എടുത്ത് ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുകയാണ് ശ്യാമ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.